ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ മുലക്കണ്ണുകളിലൂടെ അവരെ ഉത്തേജിപ്പിച്ച് അവരുടെ സ്ഥലങ്ങളിലൂടെ അവർക്ക് വളരെ ശക്തമായ രതിമൂർച്ച നല്ല രീതിയിൽ രതിമൂർച്ച സംഭവിച്ച് വെള്ളം പോകുന്ന രീതിയിൽ എങ്ങനെയാണ് അവർക്കൊരു സ്ഥലങ്ങളിലൂടെ രതിമൂർച്ച എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകളുടെ സ്ഥലങ്ങളും അത്ര സെൻസിറ്റീവ് അല്ല. മുലക്കണ്ണുകൾ ചിലവരുടെ അങ്ങനെ എത്ര ഉത്തേജിപ്പിച്ചാലും അവർക്ക് വലിയ ഫീലൊന്നും ഉണ്ടാകുന്നില്ല, അത്ര സെൻസിറ്റീവ് ആകത്തില്ല. പക്ഷേ അത് എല്ലാവരിലും അങ്ങനെയല്ല കേട്ടോ. ഓരോ സ്ത്രീകൾക്കും അവരുടെ സ്ഥലങ്ങളിൽ ഒരു യൂസർ മാനുവലുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവരോട് ആദ്യം സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി എങ്ങനെ ചെയ്യുന്നതാണ്, എങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് സ്ഥലങ്ങളിൽ എങ്ങനെ തൊടുന്നതാണ് ഇഷ്ടം, കടിക്കുന്ന ഇഷ്ടമാണോ, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളത്. സൈസ് ഇതുകൊണ്ട് മാത്രമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ചില വലിയ സ്ഥലങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ സെൻസേഷൻ കുറവുള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ. അപ്പം അവർക്ക് നിങ്ങൾ അറിയേണ്ടത് അവരുടെ സെൻസിറ്റീവ് ആണോ എന്നുള്ളത്. അല്ലാത്തവർ എത്ര ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അത് വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല. വല്ല സൗണ്ടൊന്നും ചിലർക്ക് തൊടുമ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞ സൗണ്ട് ഉണ്ടെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആക്കി അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടെന്നായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു കൂട്ടം കാണിച്ചു തരട്ടെ. മിക്ക ആളുകളും ശിലാജിത്തിനെ അവോയ്ഡ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റിക്നെസ്സും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ മണമൊക്കെ കൊണ്ടായിരിക്കും. പക്ഷേ സേസേൻ്റെ ഹിമാലയൻ ഗമ്മീസ് ഒരു രക്ഷയില്ല. എന്തൊരു ടേസ്റ്റാന്ന് പറയുക. നോ ഷുഗർ, നോ കെമിക്കൽസ് ഓഫ് മിനറൽസ് ആൻഡ് സ്റ്റാമിന ആൻഡ് എനർജി ഓൾസോ. പ്യൂർ ശിലാജിത്ത് റെസിനാണ് 70% അബോവ് ഫ്ലോവിക് ആസിഡ്. എന്തിനാ ഫ്ലോവിക് ആസിഡ്? ലിംഗത്തിലേക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലേ, ഉദാഹരണത്തിന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ഇതിൽ നോ ഷുഗറാണ്, നോ ഫ്ലേവറാണ്, നോ ജെലാറ്റിൻ, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുപോലെ നാച്ചുറൽ ഫ്ലേവേഴ്സ് ആയിട്ട് നമ്മുടെ പുളിയില്ലേ, മധുരപ്പുളി, അതാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള ഓരോ ശിലാജിത്ത് ഗമ്മീസിലും നമ്മൾ പറയില്ല ഒരു പയർമണീൻ്റെ അത്ര എടുത്തിട്ട് കലക്കി കുടിക്കാം, അങ്ങനെ 200 മില്ലിയും ശിലാജിത്ത് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ഡോസും ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പാക്കറ്റിൻ്റെ ഉള്ളിൽ ലാബ് ടെസ്റ്റിൻ്റെ അത്രയും സേഫാണ് യൂസ് ചെയ്യാനും അത്രയും ക്വാളിറ്റി ഉള്ളതെന്നുള്ള സർട്ടിഫിക്കറ്റും ലഭ്യമാണ്. പവർ നിങ്ങൾക്കറിയാമല്ലോ ശിലാജിത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെല്ലാം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് ബാലൻസ് ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ ലൈംഗിക ഹെൽത്തും നല്ല രീതിയിൽ നിങ്ങൾ സ്റ്റാമിനയും നിങ്ങൾ ഫാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ SA15 എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം. നിങ്ങൾക്ക് കുറച്ച് പൈസ കുറച്ച് കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വാങ്ങാൻ മറക്കണ്ട. വളരെ യമ്മിയാണ്, ടേസ്റ്റിയാണ്. ആദ്യം അവരൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഈ കഴുത്തിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന, പുറത്തൊക്കെ ഒന്ന് തടവി കൊടുക്കുന്ന ഭയങ്കര റിലാക്സ് ആകാൻ വേണ്ടി സഹായിക്കും. അത് കൂടുതലായിട്ട് ആ ഒരു സെൻസേഷൻ അനുഭവിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കുക ചെയ്യും. കാരണം വലിയ പ്രശ്നങ്ങളുള്ളവർക്ക് ഭയങ്കര പുറമേനും നടുവേനൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ഒന്ന് തടവി കൊടുക്കുന്നു, മസാജ് ചെയ്യുന്നതൊക്കെ ഭയങ്കര റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സഹായിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടപ്പം ലൂപ്പുകൾ, അതായത് ഓറഞ്ചിലൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെടുത്തിട്ടുണ്ടല്ലേ, അതുപോലെയുള്ള സ്പാർക്കിൻ്റെയൊക്കെയുള്ള വളരെ ഒരുപാട് ഫ്ലേവേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ എടുത്തതിന് ശേഷം സ്മൂത്തായിട്ട് നിങ്ങൾ ഫസ്റ്റ് രണ്ടും ഒരേപോലെ മസാജ് ചെയ്യുന്ന ലെവലിൽ വളരെ സ്മൂത്തായിട്ട് വേണം ആദ്യം തുടങ്ങുവാൻ. വളരെ സോഫ്റ്റായി സ്ക്യൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ പോയി നിങ്ങൾ അവരുടെ മുലക്കണ്ണുകളിൽ പോയിട്ട് ഞെരുടിയോ അല്ലെ പിഞ്ചോ അല്ലെ വലിക്കോ അങ്ങനെ ചെയ്ത് അത് വേദന ഉണ്ടാക്കുള്ളൂ. ആ ഒരു സെൻസേഷൻ അറിഞ്ഞു വന്ന് അതൊന്ന് ഇച്ചിരി അപ്പാക്കി കുറച്ചുകൂടി അപ്പായി കുറച്ചുകൂടി ഹൈപ്പർ ആകുമ്പോൾ അത് തന്നെ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കും കടിക്കാനോ വലിക്കാനോ വേദനിപ്പിക്കാനോ ഒക്കെ. പക്ഷെ ആദ്യം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു വേദന എന്നുള്ള അങ്ങനെ ഒരു സെൻസേഷൻ ആയിരിക്കും അവർക്ക് വരിക. ഒരു എന്നുള്ളതായിരിക്കും വരിക്കും, വേദനയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സെൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഏറ്റവും കൂടുതൽ പതിയെ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ ആദ്യം വേണ്ടത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുറം ഭാഗമൊക്കെ കൂടുതലായിട്ടൊന്ന് മസാജ് ചെയ്ത് വളരെ പതിയുള്ള ടച്ചുകൾ, വളരെ പതിയുള്ള വിരലുകൾ കൊണ്ടോ അല്ലെങ്കിൽ നാവുകൾ കൊണ്ടുള്ളതോ ലിപ്പുകൾ കൊണ്ടോ ഓരോന്നും കൊണ്ട് ചെയ്യുമ്പോൾ വിരലുകൾ തൊടുമ്പോൾ ഉള്ള ഉത്തേജനമായിരിക്കില്ല, ലിപ്പ് കൊണ്ട് തൊടുമ്പോൾ ആ ഒരു സെൻസേഷൻ ആയിരിക്കില്ല, നാവ് കൊണ്ട് തൊടുമ്പോൾ അതുപോലെ ആയിരിക്കില്ല, പല്ലുകൊണ്ട് ആക്കുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോന്നും അറിയിക്കുന്ന ലെവലിൽ വളരെ ഫാസ്റ്റായിട്ടോ പെട്ടെന്ന് അഗ്രസീവായിട്ടോ ഒന്നും ചെയ്യരുത്. പതിയെയാണ് അഗ്രഷനിൽ എത്താൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിന് വേണ്ടി നിങ്ങൾക്ക് ആദ്യം വിരലുകൾ കൊണ്ട് ഉത്തേജിപ്പിക്കാം. അതുകൊണ്ട് നാവുകൾ കൊണ്ട്, അതുപോലെ ചുണ്ടുകൾ കൊണ്ട് യോനി സക്ക് ചെയ്യുന്ന, നമ്മൾ യോനി ചെയ്യുന്ന പോലെ പറഞ്ഞിട്ടില്ല, അതുപോലെ ഇങ്ങനെ സക്ക് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ തന്നെ നാവുകൾ കൊണ്ട് അതിൻ്റെ എന്താണ് റൗണ്ട് ഭാഗത്തിൽ ഹരികളാണ് ആ ഭാഗത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് റൗണ്ട് ആക്കാം. അതുപോലെ സ്ഥലങ്ങൾ കുടിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആക്ട് ചെയ്യാം. അങ്ങനെ ആ സമയത്തൊരു എന്താ പറയുക, ഇപ്പോൾ പാലുള്ള സ്ത്രീയിലാണ് പാലില്ലാത്ത സ്ത്രീയിലാണ് ഒരു തരത്തിലുള്ള ഉപദ്രവം വരില്ലേ, അത് നോർമലാണ്, പലരും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ ലിംഗം കൊണ്ട് കൊടുക്കുന്ന ഒരു സെൻസേഷൻ, ലിംഗം കൊണ്ട് അവരുടെ സ്ഥലങ്ങൾ കൊടുക്കുന്ന സെൻസേഷനും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിനുശേഷം മാത്രം അവരുടെ അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കടിക്കുകയോ വലിക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അവർ ചോദിക്കുക ചെയ്തോട്ടെ എന്നുള്ളത്, അവരനുവാദം കിട്ടിയതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കത് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് യൂണിയൻ മാത്രമല്ല കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിക്കാം, വൈബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള, അത് നിങ്ങൾക്ക് സ്ഥലങ്ങൾ യൂസ് ചെയ്യും. വളരെ നല്ലൊരു സെൻസേഷൻ കിട്ടാൻ വേണ്ടി അവർക്ക് സഹായിക്കും നന്നായിട്ട് അത് ചെയ്യുമ്പോൾ. അതുപോലെ ചില ക്ലാമ്പുകളുണ്ട് മുലക്കണ്ണുകൾ വെക്കുന്നത്, അവർക്ക് അവർക്ക് എത്രയാണോ സെൻസേഷൻ വേണ്ടി അവർ സുഖം കിട്ടുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ അതിലുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അതും ചെയ്യാം. മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെമ്പറേച്ചർ കൊണ്ടുള്ള കളികൾ, ലൈറ്റ് ചൂടിനെ കഴിഞ്ഞും ഐസ് ക്യൂബുകൾ, തണുപ്പൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി അവർക്ക് റെസിലാവാനൊക്കെ സഹായിക്കും. അതുപോലെ ചെറിയ ഐസ് ക്യൂബുകളിലോ കൊണ്ട് അവിടെ ചെയ്യുന്നത് അവർക്ക് കൂടുതലായിട്ട് ഉത്തേജനം കിട്ടാനും അങ്ങോട്ടേക്ക് നല്ലൊരു ബ്ലഡ് ഫ്ലോ വരാനും മുലക്കണ്ണുകളിൽ നിറയെ നെർവ് എൻഡിങ്സ് അതൊക്കെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. ഇത് കുറേ നിങ്ങൾക്ക് മുലക്കണ്ണുകളിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഒരു എരി മുറിച്ചെടുക്കുന്നെങ്കിൽ കൂടുതൽ നേരം പല രീതിയിൽ പല ഇതായിട്ട് ഇത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് വളരെ നല്ലൊരു രീതി മൂർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ഡേ വിത്ത്